അങ്ങനെ ഈ ജയിലിൽ പോകാൻ പേടിയുണ്ടെങ്കിൽ റിയാസ് ചോദിച്ചിരുന്നല്ലോ ആന്റിസിപ്പേറ്ററി ബെയിൽ എടുത്തിട്ടില്ലെന്ന്. അങ്ങനെ ജയിലിൽ പോകാൻ ഭയമില്ല റിയാസെ, അതുകൊണ്ടാണ് ആന്റിസിപ്പേറ്ററി ബെയിൽ എടുക്കാത്തത്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നോടൊപ്പം പ്രതികളായ 2 MLA-മാർ ശ്രീ ഷാഫി പറമ്പിലും ശ്രീ എം വിൻസെന്റും പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങൾ ആരും ഈ സർക്കാർ എടുക്കുന്ന ഒരു കള്ളക്കേസിനെതിരായിട്ടും ആന്റിസിപ്പേറ്ററി ബെയിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്ക് കഴിയുന്നത്ര ദിവസം ജയിലിലാക്കി നോക്കുക. ജയിലിലാക്കിയാൽ നിശബ്ദമായി പോകുന്നതാണോ ഈ സംഘടന, ഈ പ്രസ്ഥാനം? ഇത് ഈ നാടിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമല്ലേ? അത് നിങ്ങൾ കണ്ടതല്ലേ? ഞങ്ങളുടെ സമരം 100% ശരിയായിരുന്നു എന്നുള്ളതുകൊണ്ടല്ലേ നിങ്ങൾ നിരന്തരമായി ഞങ്ങളുടെ സമരങ്ങൾ കവർ ചെയ്തതും ആ സമരങ്ങൾക്ക് ശേഷമുള്ള വാർത്തകൾ കൊടുത്തതും അറസ്റ്റടക്കമുള്ള വാർത്തകൾ കൊടുത്തത് എന്തുകൊണ്ടാ? കാണുവാൻ പ്രേക്ഷകരുള്ളതുകൊണ്ടല്ലേ. എങ്ങനെയാ പ്രേക്ഷകരുണ്ടായത്? ഈ നാട്ടിലെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട്, അവരുടെ പെൻഷൻ കാശിന് വേണ്ടി, അവരുടെ ആശുപത്രിയിൽ മരുന്നെത്തിക്കുവാൻ വേണ്ടി, ജോലി ചെയ്യുന്നവന് ശമ്പളം കിട്ടുവാൻ വേണ്ടി, നിരവധി ടെസ്റ്റുകളിൽ വിജയിച്ചതിന് ശേഷവും ഈ നാട്ടിൽ സാർവത്രികമായി പിൻവാതിൽ നിയമനങ്ങൾ നടക്കുമ്പോൾ അതിനെതിരായി സംസാരിക്കുന്നതിന്റെ പേരിലാണ് ഞങ്ങളെല്ലാം ഇരുമ്പഴിക്കുള്ളിലാക്കുന്നതെന്ന ബോധ്യം ഈ നാട്ടിലെ സാധാരണക്കാരനുള്ളതുകൊണ്ടാണ് അവർ ഈ വാർത്തകൾ ഫോളോ ചെയ്യുന്നത്. അതിനകത്ത് അസ്വസ്ഥപ്പെട്ടിട്ടും അസൂയപ്പെട്ടിട്ടും കാര്യമില്ല. ഈ നാട്ടിലെ ജനങ്ങൾ ഈ പോരാട്ടത്തിനോടൊപ്പമുണ്ട്. നമ്മുടെ നവകേരള സദസ് എന്ന് പറയുന്ന ഒരു ദൂർത്ത് ഈ നാട്ടിൽ നടത്തിയല്ലോ. നിങ്ങൾ മാധ്യമപ്രവർത്തകർ പറയും, മാധ്യമപ്രവർത്തകരായ നിങ്ങൾ ഓരോരുത്തരും ആ നവകേരള സദസ് എന്ന ദൂർത്തിന് വേണ്ടി നന്നായി കവർ ചെയ്തിരുന്ന മാധ്യമപ്രവർത്തകരല്ലേ? പോസിറ്റീവ് സെൻസിലാണ് പറയുന്നത്. അതുകൊണ്ട് കേരളം എന്താ നേടിയത്? നമുക്ക് ഓഡിറ്റ് ചെയ്യണ്ടേ? നമ്മുടെ പൊതുഖജനാവിൽ നിന്ന് പണം നേരിട്ടെടുത്ത്, അതുകൂടാതെ ഓരോ വകുപ്പുകളുടെ മേധാവികൾ നേരിട്ടിറങ്ങി നിന്ന് പണം പിരിച്ച് നടത്തിയ നവകേരള സദസ്സിൽ എന്ത് നേട്ടമുണ്ടായി, കേരളം എന്ത് നേടി എന്ന ഓഡിറ്റ് സമരവുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോവുകയാണ്. അതുകൂടാതെ പോലീസുകാർക്കൊരു വിചാരം ഈ അടുത്തിടെയായിട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. പിണറായി വിജയൻ ഈ നാട്ടിലെ ഒരു ചക്രവർത്തിയായി മാറിയിരിക്കുന്നുവെന്നും തങ്ങളെല്ലാം കുന്തവും പടച്ചട്ടയുമായി നിൽക്കുന്ന പടയാളികളാണെന്നുമുള്ള ജനാധിപത്യ ബോധമില്ലായ്മ, പഴയ രാജവാഴ്ച അനുസ്മരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി പോലീസുകാർ പോകുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങളുടെ സഹപ്രവർത്തകർക്ക് നേരെ അതിക്രൂരമായ അക്രമം ഉണ്ടാകുന്നത്. 2 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായിട്ട് FIR എടുക്കണമെന്ന് കോടതി പറഞ്ഞിട്ട് ആ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല. അപ്പോ സർക്കാരിന്റെ ആജ്ഞാനുവർത്തികളായി നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പോലീസ് സേനയിലെ ചില ദുഷ്പ്രവണതകൾക്കെതിരായിട്ട് മുൻപ് നടത്തിയതിന് സമാനമായ സമരങ്ങൾ ഞങ്ങൾ ആസൂത്രണം ചെയ്യുകയാണ്. നിയമസഭയൊക്കെ വരികയാണല്ലോ, സമ്മേളനം കൂടാൻ പോവുകയാണല്ലോ, തെരുവിൽ തന്നെ ഉണ്ടാകും. അതുകൂടാതെ UDYF-ന്റെ ഗ്രേറ്റ് മാർച്ച് ഞാൻ ജയിലിൽ കഴിയുന്ന സമയത്താണ് പ്രിയപ്പെട്ട എന്റെ സഹപ്രവർത്തകർ ആ സമരം പ്രഖ്യാപിച്ചു. അതിനു മുൻപ് നമ്മൾ ആലോചിച്ചതാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ കൊള്ളരുതായ്മകളെ തുറന്നു കാണിക്കുവാൻ വേണ്ടി UDYF-ന്റെ നേതൃത്വത്തിലുള്ള ഗ്രേറ്റ് മാർച്ചും ഇതോടുകൂടിയിട്ട് നമ്മൾ അത്തരം സമര പരിപാടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. മുഖ്യമന്ത്രിയുടെ ഭാഗത്തിനെതിരായിട്ടുള്ള കൂടുതൽ തെളിവുകളൊക്കെ വരുന്നുണ്ട്. ആവശ്യത്തിൽ സമരമില്ലുള്ളൂ. ഇത് മുഖ്യമന്ത്രിയുടെ വീണായെന്നുള്ളത് മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ മകളാണ്, 3 കേസിന്റെ ഭാര്യയാണ്, ഒരു പ്രധാനപ്പെട്ട വ്യക്തിക്ക് വേണ്ടി പണം കൈമാറ്റം നടത്തുന്നതൊക്കെയാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അതൊന്നും സമരമില്ല. തീർച്ചയായിട്ടും ഈ വിഷയത്തിനകത്ത് മുഖ്യമന്ത്രിയുടെ കുടുംബമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, കുടുംബം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പി കമ്പനി, ആ പി കമ്പനിക്കെതിരായിട്ടുള്ള ശക്തമായ സമരങ്ങൾ അതൊക്കെയാണല്ലോ ഈ ദിവസങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ സമരങ്ങൾ അതേപടി തന്നെ തുടരും. മുഖ്യമന്ത്രിയുടെ മകൾ എന്ന ഭരണഘടനയ്ക്കൊക്കെ മുകളിൽ നിൽക്കുന്ന ഒരു പദവി ഉപയോഗിച്ചുകൊണ്ട് അവർ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്ന അനധികൃതമായ സ്വത്ത് സമ്പാദനം, ആ വിഷയത്തിനകത്തും തെരുവിൽ ശക്തമായ സമരങ്ങൾ മുൻകാലങ്ങളിൽ നടത്തിയിട്ടുണ്ട്. കൂടുതൽ തെളിവുകൾ വരുന്ന മുറയ്ക്ക് ആ വിഷയത്തിൽ അതിശക്തമായ സമരവുമായി മുന്നോട്ട് പോകും. അതോടൊപ്പം തന്നെ ഈ കമ്പനി പ്രവർത്തിക്കുന്ന ബാംഗ്ലൂർ ആസ്ഥാനമായിട്ടാണ് ഈ കമ്പനി പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ദേശീയ അധ്യക്ഷൻ വന്നപ്പോൾ ചില മാധ്യമപ്രവർത്തകരും ശ്രദ്ധയിൽപ്പെടുത്തി. കർണാടക കേന്ദ്രീകരിച്ചുകൂടി ഞങ്ങൾ സമരവുമായിട്ട് മുന്നോട്ട് പോകുക തന്നെ ചെയ്യും.